ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ അമ്മായിമ്മ ഇന്നലെ ഒരു പൂളാട ഉണ്ടാക്കീനേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങളെ കാണിച്ചാൻ വേണ്ടി കണ്ടാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിട്ടോ മക്കളെ, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണിത്. നമ്മൾ ഇറച്ചിച്ചാറും കൂട്ടിയാണ് തിന്നാലേ മതിയാക്കൂല, അത്രക്കും നല്ല ചാതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇത് അറിയുണ്ടാവൂലേ. അപ്പം ഉമ്മ പൂളൊക്കെ പറിച്ചുങ്ങാണ്ട് ഇതാ തൊലിച്ച് നുറുക്കൽ തുടങ്ങിയിരിക്കണം. അപ്പോഴാണ് ഞാൻ വിളിച്ചത് വീഡിയോ എടുക്കണ്ടേ അറിഞ്ഞാണ്ടേ. അപ്പം ഞാൻ ഏതായാലും വീഡിയോ എടുക്കാൻ വന്നിക്കാണ്. ഇച്ചും അറിയില്ലേ പൂളട എങ്ങനെ ഉണ്ടാക്കാന്നൊന്നേ. അപ്പോൾ ഇമ്മ പറഞ്ഞു നാളെ നമുക്ക് പൂളട ഉണ്ടാക്കണ വീഡിയോ എടുക്കാറുങ്ങാണ്ട് അങ്ങനെ എടുത്തതാണ്. ഇതേ മാറ്റത്തെ 2 പൂളക്കണ്ടാണ് കേട്ടോ എടുത്തുക്കണത്. ഇവിടെ ഉണ്ടായ പൂള തന്നെയാണേ. പറിച്ചണൊന്നും ഞാൻ കണ്ടില്ല. അപ്പത്തിന് ഇമ്മ പോയി പറിച്ചു. അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇനി പിന്നെ ഒരു ദിവസം ഞാനത് കാണിച്ചു തരണ്ടേ. പൂള പറിച്ചാൻ പോകണതും ഒക്കെ പാടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരണ്ടേ. അപ്പോൾ ചെറിയ കണ്ടാക്കി മുറിച്ചാണ്. നമുക്കിത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചണേ. അപ്പോൾ അതിന് കണ്ടുകാണ്ട് മുറിച്ചണം കേട്ടോ. ഇതിനേക്കാളും ചെറിയതാക്കാൻ പറ്റിയാലേ അത്രയും നല്ലതാട്ടോ. കാരണം അടിച്ചപ്പോൾ മിക്സിയിൽ ഇങ്ങനെ കണ്ടായി കടന്നീനു. അപ്പോൾ നല്ലോണം അടിച്ചണം. അപ്പോൾ ഇങ്ങനെ ഉമ്മാൻ്റെ നുറുക്കലൊക്കെ കഴിഞ്ഞാണ്ട് മിക്സിയിലിട്ട് അടിച്ചു തുടങ്ങിക്കണ്. നല്ലോണം ഭസ്മമാരി അരയണ്ട കേട്ടോ. കുറച്ചൊരു കണ്ടം കടിച്ചാനൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ 2 ട്രിപ്പായി കണ്ടാണ് നമ്മളിവിടെ അടിച്ചെടുക്കണത്. അപ്പോൾ ആദ്യത്തെ ഒതിക്കാണ് പാർന്ന് വെച്ചിരിക്കണം ഒരു പാത്രം എടുത്തുകാണ്ടേ. അപ്പോൾ രണ്ടാമത്തെ ഇത് അതേമാതിരി അടിച്ചാണ്. അപ്പോൾ അടിച്ചലൊക്കെ ഇവിടെ കഴിഞ്ഞിക്കണ്. ഇനി അതിക്കൊരു 1.5 ഗ്ലാസ് അരിപ്പൊടി ഉണ്ടല്ലോ, അങ്ങോട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ നേമോൾക്ക് ഇവിടെ പൊടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അരിപ്പൊടി ഇട്ടുകാണ്ട് നല്ലോണം അങ്ങോട്ട് കുഴക്കണം. നല്ലോണം കുഴക്കണം കേട്ടോ. ഉപ്പും കുറച്ച് കൂട്ടിങ്ങാണ്ട് കുഴക്കുക. നമ്മൾ അപ്പത്തേക്കൊക്കെ ഇടുന്ന മാതിരിയില്ല പാകത്ത് ഉപ്പിട്ടാൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം അങ്ങോട്ട് കുറച്ച് ഒരു തുള്ളി വെള്ളം പാർന്നുങ്ങാണ്ടേ പിന്നെ അങ്ങോട്ട് കുഴച്ചെടുത്തിക്കണ്. 1.5 ഗ്ലാസ് പൊടി ഒപ്പം അങ്ങോട്ട് ഇടരുതിട്ടോ, ചിലപ്പോൾ അത് കട്ടാവും പോകുള്ളൂ. അപ്പം പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനൊന്നും കജ്ജൂല്ല. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നുങ്ങാണ്ട് പിന്നെയും കുറച്ചും കൂടി പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഈ അടയൊക്കെ ചുടുന്ന മാറ്റത്തെ നിങ്ങൾക്ക് അടയൊക്കെ അറിയാലോ, പല അടകളൊക്കെ നിങ്ങൾ ചുടലുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ മാറ്റത്തെ മാവാണ് കേട്ടോ വേണ്ടത്. എന്നാൽ ചട്ടിയിൽ നിന്ന് ഒഴുകി പോകാനും പാടില്ല. എന്നാൽ നല്ലോണം അങ്ങോട്ട് ചപ്പാത്തിൻ്റെ മാവിൻ്റെ മാതിരി ആകും വേണ്ട. അതിൻ്റെ ഇടത്തര വാങ്ങിക്കാണ്ട് ഇങ്ങോട്ട് അങ്ങനെ കാട്ടിയാൽ മതി. അപ്പം അതിക്ക് ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിക്കണ്. പിന്നെ തേങ്ങയും പിന്നെ ചിലവർ അതിക്ക് ചെറുള്ളി അരിഞ്ഞുങ്ങാണ്ടൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മളിവിടെ തേങ്ങ മാത്രമേ ഇട്ടിട്ട് ചെറുള്ളി ഒന്നും കൂട്ടിയിട്ടില്ല. ചിലപ്പോൾ ചെറുള്ളിൻ്റെ ചാതൊന്നും ആർക്കും വല്ലാതെ പറ്റിക്കോളണമെന്നില്ല. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ആയപ്പോൾ ഞങ്ങൾ ചെറുള്ളിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഉമ്മ അവിടെ കുഴച്ചെടുക്കുമ്പോഴത്തേന് ഉമ്മ പറഞ്ഞു എന്നാൽ ചട്ടി അടുപ്പത്ത് മോറിങ്ങാണ്ട് വെച്ചളാന്ന്. അപ്പത്തിന് ഇത് ചൂടായി കിട്ടുമല്ലോ പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ ചട്ടി മോറിങ്ങാണ്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഗ്യാസ് തന്നെയാണ് വെച്ചിക്കണത്. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഗ്യാസ് തന്നെയാണ് നല്ലത്. നമുക്ക് സിമ്മൊക്കെ ആക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് നല്ലോണം കത്തിയാലേ അതൊരു ഗതികേടാണ്. അപ്പോൾ ഇതാ ഇമ്മത് ചട്ടിയിൽ പരത്തിൽ തുടങ്ങിയിരിക്കണ്. അടിയിൽ കുറച്ച് എണ്ണാക്കിങ്ങാണ്ട് ഇങ്ങനെ 2-3 സ്പൂൺ ഇതിലേക്ക് കോരിയിടും. അങ്ങോട്ട് നമ്മൾ കജ്ജുമ്പോൾ കുറച്ച് വെള്ളമാക്കിങ്ങാണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാണ്ട് ഇത് ചെയ്യൽ. കജ്ജുകൊണ്ട് ഇങ്ങനെ പരത്തുന്നതാണ് അതൊരു രസം കിട്ടുള്ളൂ. മറ്റേത് സ്പൂണോണ്ട് ഞാൻ കാട്ടി വെക്കി, പക്ഷെ അപ്പോൾ ശരിയാകണില്ല. അപ്പം ഉമ്മ ഒന്ന് ചുട്ട് കാണിച്ചാൽ നിങ്ങാണ്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് ഞാൻ ചൂടാൻ നിൽക്കുകയാണ്. അപ്പോൾ ചട്ടിമ്മ കുറച്ച് എണ്ണാക്കി കൊടുത്തിക്കണം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിടുക കേട്ടോ. എന്നിട്ട് നമ്മളെ കജ്ജ് കുറച്ച് വെള്ളത്തിൽ മുക്കിങ്ങാണ്ടേ അങ്ങനെ കജ്ജ് ഇങ്ങനെ വെള്ളം അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പരന്നു വന്നോളും. നല്ല സുഖമാണ് ഇത് ചൂടാനേ. നല്ല രസമുള്ള സാധനമാണ്. ഞാൻ കരുതിന്ന് ഉച്ചൊന്നും പറ്റൂലയാവോ. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ തിന്നപ്പോൾ പിന്നെ മതിയാക്കൂല, അത്രക്കും രസം ഉണ്ടായിരുന്നു. വെറുതെ പറയുന്നല്ല കേട്ടോ. നിങ്ങൾ പണ്ടത്തെ ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചുട്ട് നോക്കിയത് കണ്ടുകാണ്ടേ. നിങ്ങൾ സത്യമായിട്ടും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണിത്. കറി വേണം. ഇമ്മ പിന്നെ കറിയിൽ കൂട്ടാതൊക്കെ ചായയിൽ മുക്കിയൊക്കെ തിന്നത് കേട്ടോ. ഇമ്മക്ക് അങ്ങനെയാണ് ഇഷ്ടം പറഞ്ഞു. ഞാൻ കറി കൂട്ടിങ്ങാണ്ടാണ് രസം തോന്നിയത്. അപ്പോൾ അടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പരത്തി കൊടുക്കും വേണം. അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുമ്പോൾ എപ്പോഴെപ്പോഴും എണ്ണ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. എന്നാലും അത് നല്ലൊരു ചാത് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഇങ്ങനെ ഒപ്പി കൊടുക്കണതാണ് നല്ലത്. ഇനി പോയിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളിച്ചെണ്ണേൻ്റെ ഒരു ചാതൊന്ന് വേറെ തന്നെയാണല്ലോ.
അപ്പം ഏതായാലും പിന്നെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് തമ്പനയിന് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുമല്ലോ, ഞാൻ ഇങ്ങനെ കമൻ്റുകൾ വരുന്നുണ്ടേ, ഫേക്ക് ID എന്നാണ് തോന്നുന്നുണ്ട്, കമൻറ്റ് വരുന്നുണ്ട്. അത് പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ കമൻറ്റ് കാണൂല. ഓരോരുത്തർ വേണ്ടാത്ത വിട്ട് ഇങ്ങനെ കമൻറ്റ് കൂടി തന്നെ. ഓൽക്കിപ്പോൾ എത്താ, അപ്പം നമ്മൾ കാട്ടിക്കോട്ടെ, നമ്മൾ വേണ്ടാത്ത പണിയൊന്നല്ലല്ലോ ഇവിടെ എടുക്കണത്, നമുക്ക് പെരിയിലിരുന്ന് എടുക്കാൻ പറ്റിയ പണിയാണ്. അപ്പം ഇമ്മാരൊരു പണി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. പിന്നെ ഇപ്പോൾ പുറത്തെങ്ങനെ പണിക്ക് പോകണമെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ട് നമുക്ക് പോകാനും കഴിയൂല. അപ്പോൾ ഓല് ചോദിച്ചാൽ എന്താ വെച്ചാൽ, താത്ത അങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെയൊന്നുമില്ലേ, ഇങ്ങനെയൊന്നുമില്ലേ ഒക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ അയക്കാണ്. ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിക്കാരം, ആരാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ അടങ്ങാറാക്കാൻ വേണ്ടിങ്ങാണ്ട് ഓല് ഓരോന്ന് ഇങ്ങനെ കമൻറ്റിൽ എഴുതി വിടുകയാണ്. പക്ഷെ നമ്മൾ തിജ്ജി കൊടുത്തത് വെയിലത്ത് പാടൂലാർന്ന മാതിരി അതിലൊന്നും നമ്മൾ ഉഗ്ഗൂല. ഓലൊക്കെ പൂതി ഇതിനൊന്നും തീരെ പണിയില്ല എന്നാണേ ഓലൊക്കെ പൂതി അതാണ്. ഇതിങ്ങനെ വെറുതെ വീഡിയോ എടുത്തിടാനൊരു പണിയില്ല, ഒരു ഇതുമില്ല, ഒരു നയിപ്പുമില്ല എഴുതിങ്ങാണ്ട് ഓലിങ്ങനെ കമൻ്റ് ഇടുകയാണ്. അപ്പം ഞമ്മക്കല്ലേ അറിയുള്ളൂ ഇതിൻ്റെ ഇടങ്ങാറും കാര്യങ്ങളൊക്കെ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയി വരാൻ ഇത് നിങ്ങളെ മുന്നിലെത്താണ് എത്രത്തോളം റിസ്ക് ഉണ്ട് നിങ്ങൾക്കല്ലേ. ചിലവർക്കൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഓൽക്കൊക്കെ അറിയാക്കാരം അപ്പം ഇതിന് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത്. ഓല് മനസ്സടങ്ങാറാക്കിയാണ്ട് നമ്മളൊന്ന് നിർത്തിപ്പോട്ടെ എഴുതിയിട്ടാണ് തോന്നുന്നുണ്ട് ഓല് അങ്ങനെ പറയണതേ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും നിർത്തിപ്പോകാൻ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ കുറേ കാലം കരുതിയിട്ടിക്കണേ. അപ്പം ഇങ്ങനെ നിർത്തിപ്പോയാൽ ശരിയാകൂലല്ലോ. പിന്നെ നിങ്ങൾ ചോദിച്ചും ഇതല്ലാതെ വേറെ വജ്ജൊന്നുമില്ലേ? വജ്ജൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല. എന്നാലും ഞമ്മക്കൊരു 10 ഉറുപ്പ്യ കിട്ടിയാതല്ലേ ഏറ്റവും നല്ലത് എത്തിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇതാവുമ്പോൾ പിന്നെ എന്താ അറിയോ, മാറ്റിയൊരുങ്ങി പോകും വേണ്ട, അങ്ങനെയും കാട്ടണ്ട ഇങ്ങനെയും കാട്ടണ്ട, ബസ്സിനും പോകണ്ട അങ്ങനെയും വേണ്ട, നമുക്ക് പെരിയിൽ ഉണ്ടാക്കണ ഇട്ടുകാണ്ട് അങ്ങനെ നിന്നാൽ മതിയല്ലോ എഴുതിയിട്ടാണ്. പക്ഷെ ഇതിന് നിങ്ങൾ റിസ്ക് ഇല്ലയെന്ന് കരുതരുത്, ഇതിന് നല്ലോണം റിസ്ക്കാണ്. കുട്ടികളെയും കൊണ്ട് ചെയ്യാനും അതേമാതിരി എഡിറ്റ് ചെയ്യാനും ഒക്കെ 2-3-4 മണിക്കൂർ കുത്തിർന്നുകൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെ പറയണ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഓലോട് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം അത് പറയണത്. അല്ലാതെ എൻ്റെ നല്ല ആൾക്കാരായ കൂട്ടുകാരോടല്ല ഞാൻ ഈ പറയണത്. ഓലോട് ഇച്ചി പെരുത്ത് നന്ദിയുണ്ട്, ഇന്നെ സപ്പോർട്ട് ചെയ്തീനും എല്ലാത്തിനും നല്ല നന്ദിയുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ ഇതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് കമൻറ്റ് താത്ത എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ഇച്ചെന്ന് പറഞ്ഞാൽ ഓലൊക്കെ ഇന്ത്യയിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ പറ്റുക. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇന്നെ തന്നെ ലൈല താത്ത ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പം ഞാനും കൂടി വേറെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ അതിനില്ലാത്തൊന്നും ആയിട്ടില്ല. ആവുമ്പോൾ ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ നോക്കാതിരുത്തിയിട്ടാണ്. നിങ്ങളങ്ങനെ പറയുന്നോണ്ട് ഇച്ച് കുഴപ്പമില്ല. ഞങ്ങളെ ചാനലിൽ വന്നുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്നും പറയലുണ്ട് അങ്ങനെ ഇടുന്നോലോട്. അതിനൊന്നിച്ച് കുഴപ്പമില്ല. അല്ലാതെ ഇച്ച് വേറൊരു സപ്പോർട്ടിനൊന്നിച്ച് ഇപ്പം പറ്റൂല. കാരണം ഇച്ച് അതിനില്ല ഇന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം അതൊക്കെയാണ് ടച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അടയൊക്കെ ഇവിടെ റെഡി ആയങ്ങാണ്ട് ഞാൻ ഇറച്ചിച്ചാറും കൂട്ടി ചായ കുടിച്ചാൽ തുടങ്ങിയിരിക്കണ്. ഇമ്മാൻ്റെ നല്ല ഇറച്ചിച്ചാറും ഉണ്ടായിരുന്നു, നല്ല ഇറച്ചി വരറ്റും ഉണ്ടായിരുന്നു. ആ കൂട്ടിങ്ങാണ്ടാണ് നമ്മൾ നട തിന്നണത് ചായക്കടിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കണത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ പൂളട ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി, നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി അമർത്തുക. എന്നാൽ എന്താ പറയുക, ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ പെട്ടെന്ന് കിട്ടിക്കോളും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോക്ക്, എന്നാലേ ഉള്ളൂ നമ്മൾ വേറെ എല്ലാ ആൾക്കാർക്ക് ഇങ്ങനെ എത്തുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും എത്തൂല. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഇനി ഞാൻ എന്നും പറയണ മാതിരി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അള്ളാ. അപ്പം ഇനി എല്ലാവരോടും അസ്സലാമു അലൈക്കും.